അവതാറിൻ്റെ കേരളത്തിലെ പ്രൈസ് ലിസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ടിക്കറ്റ് പ്രൈസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിക്കറ്റ് പ്രൈസാണ് കേരളത്തിൽ വന്നിരിക്കുന്നത്. ഏകദേശം ഐമാക്സിൽ കാണണമെങ്കിൽ 1200 രൂപ കൊടുക്കണം. എറണാകുളത്തും തിരുവനന്തപുരത്തും ഐമാക്സിൽ ഈ പടം കാണണമെങ്കിൽ ഐമാക്സിൽ കണ്ടാലേ ഈ പടത്തിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ ഈ കേരളത്തിന് വെളിയിൽ, അതായത് ജെയിംസ് കാമറൺ ഡയറക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് ഡോൾബി സിനിമാസിൽ കണ്ടാലാണ് ഏറ്റവും നല്ലതെന്ന്. അത് പൂനെയിൽ മാത്രമേ ഉള്ളൂ. ആ പൂനെയിലെ ആ തിയേറ്ററിൽ 400 രൂപ മാത്രമേ പ്രൈസ് ഉള്ളൂ. അതുപോലെ കോയമ്പത്തൂർ 500 രൂപ, ചെന്നൈയിൽ 500 രൂപ, ഇതെല്ലാമാണ്. പക്ഷേ കേരളത്തിൽ മാത്രം 1500. ഒരു 3-4 പേര് ഒരു കുടുംബത്തിൽ നിന്ന് പോയ പൈസ എത്രയാണെന്ന് ഒന്ന് വിചാരിച്ച് നോക്കി. വെറുതെ അടിച്ച് കയറ്റുവാണ് ഒരു ടിക്കറ്റ് റേറ്റിൽ നിന്ന് ഐമാക്സ് എന്നുള്ള. നമുക്കൊക്കെ സിനിമയോടുള്ള ആരാധനയുള്ളവർ ആ സിനിമ പോയി കാണാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുപോലെ പ്രൈസ് നിങ്ങളിങ്ങനെ അടിച്ച് കൂട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് പ്രൈസ് കുറച്ച് ആൾക്കാർ കൂടുതൽ വരികയല്ലേ, കൂടുതൽ ദിവസങ്ങൾ ഓടിക്കാൻ വരെ. ഇതെങ്ങനെയെങ്കിലും മനുഷ്യരെ കൊന്നു പിഴിയുക എന്നുള്ളതാണ് PVRും സിനിപോളിസൊക്കെ കാണിക്കുന്നത്. 1200 രൂപ ഒരു ടിക്കറ്റിൻ്റെ വില എന്നോർത്ത് പകൽ കൊള്ള കേരളത്തിൽ നടക്കുന്നു. അവതാർ നമുക്കൊക്കെ കാണുന്നത് ഐമാക്സിലാണ് കാണാൻ നമുക്ക് ആഗ്രഹവും ഇഷ്ടമൊക്കെ ഉള്ളത്. അത് നിങ്ങൾ കാണിക്കില്ല. ഇതാണ് കേരളത്തിലെ അവസ്ഥ. നിങ്ങൾ ഒന്ന് നോക്കണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണാധികാരികളും എല്ലാം ഒന്ന് നോക്കണം. ഇവിടുത്തെ കർണാടകത്തിൽ കുറച്ചല്ലോ, കർണാടകത്തിലെ തിയേറ്ററിലെ റേറ്റിന് ഒരു കടിഞ്ഞാനിട്ടല്ലോ അവിടുത്തെ സർക്കാർ. അതുപോലെ കേരളത്തിലും അത് വേണം. ഒരു മയവും ഇല്ലാതെ ആണ് പൈസ കൂട്ടുന്നത്. സിനിമ വന്നാൽ 1200 രൂപ ഒരു ടിക്കറ്റിൻ്റെ വില. ഓക്കെ.